ചട്ടനും പോയി, പൊട്ടനും പോയി, ബോട്ടും കിട്ടി. അയിലേസാ എന്താ പരിപാടി? പൊന്നളിയാ, ഇന്നൊരു സാധനമായിട്ടാ വന്നേക്കുന്നത്. ഞാൻ ഇന്നുണ്ടല്ലോ തകർത്ത് മറിയുമ്പോ കാണിച്ചു തരാം, പാടാ. ഈ സാധനം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് സാധാരണ ഞാൻ പറയാവുന്ന പോലെ തന്നെ ഈ താഴെ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് പോവാം. ആ വീഡിയോക്കകത്ത് കാണുന്ന ഐറ്റം തന്നെയാണ് ഇതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇതിനെ തലേ കയറ്റി കൊണ്ടു നടക്കും. ഇതിനെ ഞാൻ സ്നേഹിച്ച് കൊണ്ടു നടക്കാൻ പോവാണ്. ആദ്യം ഇത് ആ പണികളൊക്കെ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ അറിയണം. നമുക്ക് എനിക്കിത് പൊട്ടിച്ചു നോക്കാൻ ഭയങ്കര ആകാംക്ഷയാണ്. ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ആദ്യം ഈ മുതലിനെ പുറത്തേക്ക് എടുക്കാം. ഇതിന്റെ മുകളിൽ ഒരു പീസ് തുണി തന്നിട്ടുണ്ട്, പിന്നെ ഒരു ബോബിന് തന്നിട്ടുണ്ട്, ബ്ലാക്ക് നൂലിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കാനും താഴ്ത്താനും തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ കൂടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് എങ്ങനെയൊക്കെയാ അത് ഫിറ്റ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുണ്ട്. ഇത് ഞാൻ വായിച്ചു നോക്കട്ടെ. കൂടെ തന്നിരിക്കുന്ന ഈ ഐറ്റം ആണ്. ഈ ഐറ്റം ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വർക്ക് ചെയ്ത് നോക്കണ്ടേ? ഇത് അതിനകത്ത് കാണിക്കുന്ന പോലെയൊക്കെ ഇത് വർക്കാവോ ഇല്ലേ, സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഐറ്റം, ഈ ഒരു ഐറ്റം നമ്മൾ തുറക്കുക. വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് നൂല് കോർക്കുന്നതാണ്. നൂല് നമ്മൾ ആദ്യം ഇതിന് ഈ ഐറ്റം ഉണ്ടല്ലോ, ഈ ഐറ്റം ഈ നൂല് ഇടാൻ വേണ്ടി തന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇത് കോർത്തെടുത്തു. ഇത് വർക്ക് ചെയ്യുന്ന മുമ്പ് ഇതിൻ്റെ ബാറ്ററി ഇടണം. ബാറ്ററി ഇടാനുള്ള പോർഷൻ ഇവിടെയാണ്, കണ്ടോ? ഇതാണ് ബാറ്ററി ഇടാനുള്ള പോർഷൻ. ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത് ശരിക്കും ഇതിൻ്റെ ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ? നമ്മൾ ബാറ്ററി ഇടുക. പിന്നെ ഈ ലോക്ക് നമ്മൾ എപ്പോഴും ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലോക്കിലിട്ട് വെക്കണം. അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് കോർത്ത് സെറ്റാക്കി ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അവന്മാർ ഈ പെട്ടിക്കകത്ത് കാണിച്ചിട്ടുള്ള പോലെ ഫാബ്രിക്, എല്ലാ ഫാബ്രിക്കും സിൽക്ക് നമ്മൾ എടുത്തിട്ടില്ല. ബാക്കി എല്ലാ സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് വെച്ച് അടിച്ചു നോക്കണം. നമുക്ക് ആദ്യം തന്നെ ഒരു കോട്ടൻ്റെ പീസ് വെച്ചിട്ട് ഇത് തയ്ച്ചു നോക്കാം. നമുക്കിത് പൊന്തിച്ച് കൊടുക്കണം. ഇത് പൊന്തിച്ചിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ, നോക്കിക്കേ. സൂപ്പർ സ്റ്റിച്ചായിട്ടാണ് കിട്ടുന്നത്. ഒന്നുകൂടെ നോക്കിയോ, കയറ്റി വെക്കുന്നു. മോനെ നോക്കിക്കേ, അടിപൊളി സ്റ്റിച്ച്. സംഭവം സൂപ്പറായിട്ട് സ്റ്റിച്ച് വരുന്നു കേട്ടോ. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം നോക്കട്ടെ. നോക്കിയാ അടിപൊളിയല്ലേ? ഇതുകൊണ്ട് പല പണിയുണ്ട് കേട്ടാ. ഇതൊരു ബനിയൻ ക്ലോത്ത് ആണ്. ബനിയൻ ക്ലോത്തിന്റെ ചെറിയൊരു പീസാണ്. നമുക്ക് ഇതിനെ ഡബിൾ ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടിക്കാം. ഇത്രയും നമ്മൾ അടിച്ചത് കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. നല്ല സ്റ്റിച്ചാണ് കിട്ടുന്നത് കേട്ടോ, നല്ല സൂപ്പർ സ്റ്റിച്ചാണ്. ഇത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നൂല് പൊട്ടിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ നൂല് പൊട്ടി. രണ്ടാമത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടിച്ചു നോക്കാം. വാ, സൂപ്പർ.
എന്റെ പൊന്നളിയ വലിയ മെഷീനിൽ അടിച്ചാ കിട്ടും ഇങ്ങനെ. നോക്കിയടാ, അടിപൊളിയല്ലേ, സെറ്റ് കേട്ടോ നമുക്ക്. എന്താ സ്റ്റിച്ച് മോനെ, അടിപൊളി സ്റ്റിച്ച്. ഇവനാള് പുലി കേട്ടോ, പുലി പുലി പുപ്പുലി. ഇത് റയോൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഒന്നും പറയാനില്ല, എനിക്കൊന്നും. ഞാനാകെ വണ്ടടിച്ച് നിൽക്കുക കേട്ടോ. നോക്കിക്കേ, എത്ര സിമ്പിളായിട്ടാ പുള്ളിക്കാരൻ പണിയെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത ഭാഗം നോക്ക്. ഇതാണ് ജീൻ, അതായത് ഡെനിം. ഈ ഡെനിമാണ് മെയിനായിട്ട് ഇതുകൊണ്ട് പണിയെടുക്കുമെന്ന് അറിയേണ്ടത്. വീട്ടിലെ പെമ്പിള്ളേരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തന്നെ എടുത്ത് അടിക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഡബിളാക്കി വെച്ചു. അയവാ 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 അയവാ, നോക്ക് എന്നാ പെർഫെക്റ്റ് സ്റ്റിച്ചാണ്. ഇത് കമ്പനി സ്റ്റിച്ചാണ് കേട്ടോ. ഇത് നോക്കി, ഇത് ഇതിന്റെ മേലുള്ള കമ്പനിയുടെ സ്റ്റിച്ചാ. ഇത് നോക്കി, ഇത് നോക്കി. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. എന്റെ മോനെ, ഇത്ര കട്ടിയുള്ള ഈ ഡെനിം ക്ലോത്ത് ആണ് ഇപ്പൊ ഈ ചങ്ങാതി അടിച്ചു വെച്ചേക്കുന്നത്. നോക്ക്, 4 ക്ലോത്തുകൾ നമ്മൾ ചെയ്തെടുത്തു. ഒന്ന് ഡെനിം ചെയ്തു, സൂപ്പറായിട്ട് കിട്ടി. ബനിയൻ ക്ലോത്ത് ചെയ്തു, അതും സൂപ്പറായിട്ട് കിട്ടി. ഇതേ ഈ റയോൺ മെറ്റീരിയൽ ചെയ്തു, അതും സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കോട്ടൺ പിന്നെ പറയണ്ടല്ലോ, ഈസി ആയിട്ട് സുഖമായിട്ട് അടിച്ചെടുത്തു. അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ. പുള്ളിക്കാരൻ അസാധ്യ സാധനം കേട്ടോ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ട് എന്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇത് ലോക്ക് ചെയ്ത് വെക്കണം, കുട്ടികളെടുത്ത് കളിക്കരുത്. ഇത് ലോക്ക് ചെയ്ത് വെക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഇതിന്റെ ബാറ്ററി ഊരിയിട്ട് വെക്കണം. എന്താണെങ്കിലും മോനെ, 4 ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിനി വീട്ടിൽ വലിയ തയ്യൽ മെഷീൻ്റെ ആവശ്യം ഇല്ല. തയ്യൽ കടക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ, ഇവ നിങ്ങളുടെ പണി കളയുമെന്നാണ് തോന്നുന്നത്. എന്തായിട്ടും